ആരെയും മുൻപിൽ കാണുന്നുമില്ല, ഒന്നും വിറ്റിട്ടുമില്ല. ആളെ കാണുന്നില്ല. അതാരാ അത്? അതെ, നിങ്ങൾ എന്തെങ്കിലും വിൽക്കാൻ വന്നതാ? ആ, മാക്സിം ചുരിദാറും വേണോ? കൊണ്ടുവരും, നോക്കട്ടെ. ആരെയും മുൻപിൽ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം, വെയിലായിപ്പോയി. ആ, നല്ല മോഡലുണ്ടോ? ആ, നല്ല മോഡലുണ്ട്. ജസ്റ്റ് നോക്കിയെടുക്ക, ഇവിടെ വയ്ക്കാം. അവിടെ എടുക്ക്, നോക്കട്ടെ. നോക്ക്, ഇതൊക്കെ ഇപ്പൊ ഇറങ്ങിയ മോഡലാണ് കേട്ടോ. നല്ല നല്ല പെരുന്നാളിനെ നല്ല മോഡലായിട്ട് വന്ന കുറേ ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് എടുത്ത് എനിക്ക് പറ്റുന്നത് എടുത്തിട്ട് വന്നതാ. ഇനിയുണ്ട് നല്ല നല്ല മോഡൽ വീട്ടിലുണ്ട്. ഞാൻ വേണമെങ്കിൽ നാളെയും കൊണ്ടുവരാം. നിങ്ങൾ എവിടെന്നാ? ഇതുവരെ ഈ വഴിക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ കൊയിലാണ്ടിന്നാ. ഈ വഴിക്കൊന്നും വന്നിട്ടില്ല. അപ്പൊ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വഴിക്ക് കുറച്ച് കച്ചവടം കിട്ടും, നോമ്പൊക്കെയല്ലേ, പെരുന്നാൾ വരാൻ പോവല്ലേ എന്ന്. അങ്ങനെ ഈ വഴിക്ക് വന്നതാ. പക്ഷെ ഇത്ര നേരം കാര്യമായിട്ടൊന്നും വിറ്റിട്ടില്ല. അവിടുത്തെ ഒരു ചേച്ചി ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. മാക്സ് തന്നെ നോക്കട്ടെ, പിന്നെ വേണമെങ്കിൽ പറയാം. ഇത് ഇതിൽ 4 ഉണ്ടെന്ന്. ആ, പിന്നെ ഇതില് ചുരിദാറുകളുണ്ട്. പിന്നെ ഇത് ഷോള്, ഇതൊക്കെ ചുരിദാറാ. ചുരിദാർ വേണമെങ്കിലും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൊയിലാണ്ടിൽ അവിടെ തന്നെ കച്ചവടമൊക്കെ ചെയ്താൽ പോരെ? ഈ വെയിലത്ത് ഇത്രയും ദൂരമൊക്കെ നടന്നു വരണോ? അവിടെ കച്ചവടം കുറവാ. അപ്പൊ പുതിയ ഏരിയയിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയതാ. നിങ്ങൾ വർത്താനം പറയുമ്പോൾ കഥയ്ക്കുന്നുണ്ടല്ലോ. വെള്ളം എന്തെങ്കിലും വേണോ? ഇല്ല, വെള്ളമൊന്നും വേണ്ട, അത് നടന്നിട്ടാ കഥപ്പ്. ചേച്ചി മാക്സി ഒന്ന് നോക്കൂ. നിങ്ങൾ ഇത്രയും ദൂരമൊക്കെ ഒറ്റയ്ക്ക് വന്ന് കഷ്ടപ്പെടണോ? മക്കളും ഭർത്താവൊക്കെ എന്ത് ചെയ്യുന്നു? ഭർത്താവിന് പണിക്കൊന്നും പോകാൻ വയ്യ. മുപ്പര് ആദ്യമൊക്കെ പണിക്കൊക്കെ പോയതായിരുന്നു. ഇപ്പൊ തീരെ സുഖമില്ല, കിടപ്പില്ല. നമ്മുടെ ഈ വരുമാനം തന്നെ ഉള്ളൂ. പിന്നെ 2 പെൺകുട്ടികളാ. ഒന്ന് ചെറിയ മോളാ. അവൾ പണിക്ക് പോകാനൊന്നും ആയിട്ടില്ല. അവൾ പഠിക്കുന്നു, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂത്തവളുടെ കല്യാണം കഴിഞ്ഞു. അയ്യോ, അപ്പൊ കഷ്ടത്തിലാണല്ലോ. ഭർത്താവ് സുഖമില്ലാണ്ട് കിടക്കണോ? 2ാമത്തെ കുട്ടിക്ക് പണിക്ക് പോകാനും ആയിട്ടില്ല. മൂത്ത മോൾ എന്തെങ്കിലും സഹായിക്കലുണ്ടോ? കല്യാണം കഴിഞ്ഞ കുട്ടി കല്യാണം കഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങള് കല്യാണം കഴിച്ചു കൊടുത്തതല്ല. അവളെ ഹോസ്റ്റലിൽ പഠിക്കാൻ വേണ്ടി വിട്ടതാ. അപ്പൊ അവിടുന്ന് ഒരു കുട്ടിയുമായിട്ട് ബന്ധത്തിലായി. പിന്നെ അവൾ അത് തന്നെ മതിയെന്ന് പറഞ്ഞു. പിന്നെ മലപ്പുറത്താണ് ചെക്കൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമ്മളിപ്പോൾ ഇത്രയും ദൂരം ആരും പോകാനും വരാനും ഇല്ല, അച്ഛനും സുഖമില്ലാണ്ടിരിക്കുക, മോളെ അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ അതൊന്നും നോക്കിയില്ല, അവൻ്റെ കൂടെ അങ്ങ് പോയി. അവർ നല്ല ടീമാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതുവരെ വന്നിട്ടും പോയിട്ടൊന്നുമില്ല. 2-3 പ്രാവശ്യം പോയി പിന്നെ വിളിച്ചു. ഇപ്പൊ 6 മാസമായി. 2-3 പ്രാവശ്യം വിളിച്ചു, വരാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അച്ഛനും കാണണം പറയുന്നുണ്ട്. അപ്പൊ അച്ഛന് അവളെയൊക്കെ കാണാണ്ട് ഒരുപാട് വിഷമമാണ് ഈ സുഖൂലത്തിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ ഇവിടുന്ന് പോകാനൊന്നും ആളും ഇല്ലല്ലോ. എവിടെയാണ് സ്ഥലം ചോദിച്ചപ്പോൾ മലപ്പുറത്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊന്നും അവൾ പറഞ്ഞിട്ടില്ല. ഈ ഫോണ് മാത്രം എപ്പോഴെങ്കിലും ഓരോ ഫോൺ ചെയ്യും, അത്രയേ ഉള്ളൂ. വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളൂ. അവൾ ഇങ്ങോട്ടേക്കല്ലേ വരാത്തത്? നിങ്ങൾക്ക് അങ്ങോട്ട് പോകാലോ, ബന്ധുക്കാരോ കുടുംബക്കാരോ അല്ലെങ്കിൽ അയൽക്കാരനെ കൂട്ടിയിട്ട്. അപ്പൊ നമ്മുടെ മോൾ എവിടെയാണ് എന്താണെന്നൊക്കെ അറിയണ്ടേ? ഞങ്ങൾക്ക് പോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ മോന്റെ വീട് എവിടെയാണ്, സ്ഥലം എവിടെയാണെന്ന് ഒന്നും അറിയില്ല. വിളിക്കുമ്പോഴൊക്കെ മലപ്പുറത്തുനിന്ന് മാത്രമേ പറയലുള്ളൂ. മലപ്പുറത്ത് എവിടെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുക. ഏതോ ഒരുത്തിലൂടെ മോള് പോയി എന്ന് പറഞ്ഞിട്ട് അവൾ എങ്ങനെ തന്നെ വിടാനാ? ഇപ്പൊ അവളോട് സന്തോഷത്തോടെ ഇരിക്കണോ, എങ്ങനെ ഇരിക്കണോ എന്നൊക്കെ നിങ്ങൾ എങ്ങനെ അറിയും? അവള് വിളിക്കുമ്പോഴൊക്കെ ഞാൻ അഡ്രസ്സ് ചോദിക്കലുണ്ട്, എവിടെയാ മോളെ പറയും, ഞങ്ങൾക്കൊന്ന് വന്ന് കാണാമല്ലോ എന്നുള്ളത്. അപ്പൊ അവള് പറയണു നിങ്ങൾ കഷ്ടപ്പെട്ട് അങ്ങോട്ടേക്ക് വരണ്ട, ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വരുമല്ലോ, അപ്പൊ കാണാന്നുള്ളതാ പറയണത്. വരാന്ന് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ അവളുടെ വരവ് നോക്കി നിൽക്കുക ഞങ്ങള് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. 6 മാസമായില്ലേ, എവിടെയാണോ എന്താണോ എങ്ങനെയാണോ ഒന്നും അറിയില്ല. അവള് പറയണത് നല്ലൊരു കുടുംബമാണ്, നല്ലപോലെ എന്നെ സ്നേഹിക്കുന്ന അച്ഛനും അമ്മയാണ്, ഭർത്താവും നല്ലതാണെന്നൊക്കെയാ പറയണത്. അപ്പൊ അതൊരു സമാധാനം എനിക്കുള്ളത്. കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നും അല്ല, അവളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു കോളേജിൽ പഠിക്കണം എന്നുള്ളത്. പിന്നെ നല്ലോണം പഠിക്കുകയും ചെയ്യുന്നുണ്ട് അവള്. അങ്ങനെ ഞങ്ങള് വീടിന്റെ ആധാരം കൊണ്ട് പണയം വെച്ചിട്ടാ
അവളെ കോളേജിലേക്ക് അഡ്മിഷൻ വാങ്ങി ചേർത്തിയതൊക്കെ. ഇപ്പോൾ എന്താ പറയുക, പിന്നെ അവള് പറഞ്ഞു അമ്മ നല്ല ജോലിയൊക്കെ കിട്ടിയ ശേഷം വീടൊക്കെ ഒന്ന് വലുതാക്ക, പോയിട്ട് പറയാ വീടൊക്കെ വലുതാക്ക എന്നൊക്കെ. ഇപ്പൊ വീടൊന്നും വലുതാക്കില്ലെങ്കിലും പോയിക്കോട്ടെ, ആ ബാങ്കിൽ വെച്ച ആധാരം എടുക്കാൻ വഴിയില്ല, എൻ്റെ മോളിനെയും കാണാൻ വഴിയില്ല. അതൊക്കെ ഒരുപാട് മാക്സി എടുക്കുമോ? ഞാൻ എടുത്തോളാം കേട്ടോ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ 4 ഇവിടെ ഇരുന്നോട്ടെ, ഇതെനിക്ക് വേണം. എന്താ പറയാ, അവള് പറഞ്ഞു അമ്മ തൽക്കാലം ബാങ്കിൽ ആധാരം വെച്ച് എന്നെ പഠിപ്പിച്ചു പഠിപ്പ് കഴിഞ്ഞ് എനിക്ക് ഏതെങ്കിലും വലിയ കമ്പനികളിൽ ജോലി കിട്ടും. അപ്പൊ കുറച്ച് പൈസ കെട്ടി വീട്ടിന്റെ ആധാരം എടുക്കുക, നമ്മുടെ വീടൊക്കെ ഒന്ന് വലുതാക്കുക, എന്നിട്ടൊക്കെ മതി കല്യാണം എന്നെല്ലാം പറഞ്ഞതാ. ഇപ്പോ വീടിന്റെ ആധാരം തിരിച്ചെടുക്കാൻ വഴിയില്ല, ഞങ്ങളുടെ മോളെയും കാണാൻ വഴിയില്ല. വീട് പോയെങ്കിൽ പോയിക്കോട്ടെ, എന്റെ മോളെ ഒന്ന് കണ്ടാ മതി. അയ്യോ, ഞാൻ എന്തെല്ലാം പറഞ്ഞു പോയി. ഞാൻ എങ്ങനെയാ, ചിലപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ മോളെ കാര്യമൊക്കെ പറഞ്ഞു പോകും. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അവളെ ഇത്രയും വളർത്തി വലുതാക്കി പഠിപ്പിക്കുകയോ ചെയ്തതല്ലേ, അവളുടെ അച്ഛനും അമ്മയല്ലേ നിങ്ങള്, അവൾക്ക് മറക്കാൻ പറ്റുമോ? അവൾ എന്തായാലും വരും. ഇവിടെ ഒരുത്തനുണ്ട്, എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും അവൻ മാത്രമേ ഉള്ളൂ. കോളേജിലേക്ക് വിട്ടതാ പഠിക്കാൻ. ഒരു പെൺകുട്ടിനെ ഇതുപോലെ സ്നേഹിച്ച് എനിക്ക് അത് തന്നെ മതിയെന്ന് പറഞ്ഞിട്ട് ഒരേ വാശി പിടിക്കല്. കുട്ടിൻ്റെ നാട് കണ്ണൂരാണ്, അതിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഓസ്ട്രേലിയയിൽ ഒരു വലിയ പൈസക്കാരാ. കുട്ടിനെ എവിടെയാണ് പിന്നെ ചെറിയച്ഛൻ്റെ വീട്ടിലെത്തിയിട്ട് പോയത് അവർ. ചെറിയച്ഛനാണ് നോക്കുന്നത് കൊടുക്കുന്നതൊക്കെ. എപ്പോഴെങ്കിലും അവർ കോളേജിലേക്ക് വരിക പോകുക ചെയ്യും, ചെയ്യില്ലോ എന്നൊന്നും അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കുട്ടി ഒന്നും പറയുന്നില്ല. അങ്ങനെ ഇവനെ സ്നേഹിച്ച് ഇവനും അത് തന്നെ മതി, പെൺകുട്ടി അത് തന്നെ മതി. അങ്ങനെ രണ്ടാളും വാശി പിടിച്ച് ഇവിടുന്ന് ഒരുപാട് പ്രശ്നമുണ്ടായി. വേണ്ട മോനെ, എത്ര നല്ല കല്യാണാലോചന വന്നത് നോക്കാന്ന് പറഞ്ഞാൽ അവനൊരു മാതിരി അത് തന്നെ മതി എന്ന് പറയാം. ഒരു ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക, ഒന്നും മിണ്ടലോ ഇല്ല എടുക്കലോ ഇല്ല. എന്നിട്ട് അവൻ അത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഒരേ വാശി പിടിക്കല്. എന്നിട്ട് ഒരു ദിവസം ഉണ്ടായി കുട്ടിനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നു. ഉണ്ട് ഇപ്പൊ ഇവിടെ. നിങ്ങളുടെ മോള് ഇടയ്ക്കിടയ്ക്ക് വിളിക്കലെങ്കിലും ഉണ്ടല്ലോ, അതും ഇല്ല. അവരങ്ങ് തള്ളിവിട്ട പോലെ. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ അച്ഛനും അമ്മയും നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുക എടുക്കുക ചെയ്യാം. അപ്പം അതുമില്ല. അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് വിളിക്കുക സംസാരിക്കുക, തീരില്ല. എന്ത് ചെയ്യാനാ? ഞങ്ങൾ പറഞ്ഞ പൊന്നുപോലെ നോക്കുന്നു, നല്ലൊരു സ്വഭാവം, നല്ലൊരു കുട്ടി. ഞങ്ങൾ ഇനിയിപ്പം മോനെ കൊണ്ട് നിങ്ങളുടെ കൊണ്ടുവരണ്ടെന്ന് ഇവിടെ കയറ്റില്ല എന്ന് പറഞ്ഞാലേ അവൻ അതിനിങ്ങോട്ട് വേറെ എവിടെയെങ്കിലും പോയി വീട് കൊടുത്ത് താമസിക്കും. ആർക്ക് നഷ്ടം? ഞങ്ങൾക്ക് എൻ്റെ മോൻ പോയി, അത്രേ ഉണ്ടാവുള്ളൂ. അത് കാരണം അവരെ കൊണ്ടുവന്നപ്പോൾ അവൾക്കുട്ടി സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. ഇനിയിപ്പോൾ അവളുടെ വീട്ടുകാരൊക്കെ എപ്പോഴാണ് വരുന്നത് നോക്കട്ടെ. അവരുടെ അച്ഛനും അമ്മയൊക്കെ വന്ന ശേഷം അവർക്ക് വന്ന് ഇവിടെ നിന്നും കുറച്ച് ആൾക്കാരോ അവിടെ നിന്നും കുറച്ച് ആൾക്കാരോ അമ്പലത്തിൽ പോയിട്ട് ഒരു കല്യാണം പോലെ കഴിച്ച് കൊണ്ടുവരണൊക്കെ ഉണ്ട് ആഗ്രഹം. ഇപ്പൊ ഇതെന്തായി, ഇവളെയും കൂട്ടിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ കുടുംബക്കാരൊരാളും ഞങ്ങളോട് ലോകിയില്ലാണ്ടായി. ഇനി കുറച്ചും കൂടി ഒക്കെ പോയി കഴിഞ്ഞൊക്കെ ശരിയാകും കൊണ്ടിരിക്കുക. നമ്മൾ എത്ര കഷ്ടപ്പെട്ട കുട്ടികളിനെയൊക്കെ പഠിപ്പിച്ച് അവർ വലിയൊരാൾക്കാരായിക്കോട്ടെ, നല്ലൊരു സ്വന്തം കാലിൽ നിന്നോട്ടെ പറഞ്ഞിട്ടല്ലേ എന്താ ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യണത്. ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലുണ്ട്, ഓരോ നാട്ടിൽ കഴിയണതും ഓരോ പെൺകുട്ടികൾ അനുഭവിക്കണതും ഒക്കെ. എന്നിട്ടൊന്നും അവർ പറഞ്ഞത് നമ്മൾ പറയുമ്പോൾ അവർ ഇതേ കേട്ട് ഇതേ വിട്ടിട്ട് അവരുടെ സൗന്ദര്യ പോലെ അവർ നടക്കുന്നു. നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു കൊടുത്ത് അവർ നേർവഴിക്ക് നയിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പറയണത്. ആര് കേൾക്കാനാ? അയ്യോ, നമ്മൾ രണ്ടാളും സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. കുറെ നേരമല്ല നിങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്ന് നിൽക്കണ്. എന്തായാലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. മോളെ, ഒരു ഗ്ലാസ് വെള്ളം എടുക്ക്, ഇവിടെ ഒരു ചേച്ചി വന്നിട്ടുണ്ട്. ഒരു പാവം കുട്ടിയാണേ, ഞാനൊന്നും അറിയണ്ട, എല്ലാ പണിയും അങ്ങ് ചെയ്തോളാം. മോളെ, മോളെ എവിടെയും കണ്ടു പരിചയമുണ്ടോ? അല്ല, എനിക്ക് പെട്ടെന്ന് മോളെ കണ്ടപ്പോഴേ അത് എന്റെ മോളെ പോലെ തോന്നി. അതല്ല മോളെ, ഇവരുടെ മോളെയെ എവിടെ ഇതുപോലെ പഠിക്കാൻ വിട്ടതാണത്രേ, ഹോസ്റ്റലിൽ എവിടെയോ. അത് മലപ്പുറത്തൊരു ചെക്കനെ സ്നേഹിച്ച് അവന്റെ കൂടെ പോയത്രേ. ഇപ്പൊ എപ്പോഴെങ്കിലും വിളിക്കുകയും അവർക്ക് ചെയ്യുന്ന പറയണു. ആധാരം ബാങ്കിൽ വെച്ചിട്ടാണത്രേ അവർ പഠിപ്പിച്ചത്. അച്ഛനും സൂര്യൻ്റെ എടുക്കുക.
ഒരു അനിയത്തിക്കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കണത്രേ. ഇവരിത് വിറ്റ് കൊണ്ടുപോയിട്ട് വേണത്രേ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടത്താൻ. അച്ഛന് മരുന്ന് വാങ്ങണം, അങ്ങനെ ആധാരം കൊടുക്കണം, ആ കുട്ടിനെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയാം. പാവങ്ങൾ ചെലവും കഴിയണ്ടേ. അല്ലെങ്കിലും ഇവർക്കൊക്കെ എന്നെ ഇങ്ങനെ പരിചയം ഉണ്ടാകാനാ? ഞാൻ കണ്ടിട്ടൊന്നുമില്ലേ. അല്ല, ഈ 4 മാക്സിക്ക് എത്രയാ? 4 എണ്ണത്തിന് 1000 രൂപ. മോളൊരു കാര്യം ചെയ്യ്, ഒരു 1500 രൂപയെ ഈ അമ്മയ്ക്ക് എടുത്തുകൊണ്ട് കൊടുക്ക്. അമ്മ കൊണ്ടുവരാം. ഇതാ പൈസ. അല്ലേ ചേച്ചി, ഇതിൽ 1500 രൂപയുണ്ട്. എനിക്കത് വേണ്ട, 1000 മതി. എനിക്ക് എന്തായാലും ഇതിൽ കുറച്ച് ലാഭം ഉണ്ടാവും. അത് സാരമില്ലേ, വെച്ചോളെ. അമ്മേട്ടൻ വിളിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ മാക്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും പുറത്തുപോയി വാങ്ങിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ ഫോൺ നമ്പർ ഇങ്ങ് തന്നേ. എനിക്ക് മാക്സ് വേണ്ടപ്പോൾ നിങ്ങൾ വിളിച്ചാൽ മതിയല്ലോ. നമ്പർ 80 86 99 55 86. പിന്നെ ചേച്ചി വിളിക്കുമ്പോൾ രാവിലെ വിളിക്കണ്ട. ഞാൻ രാവിലെ നേരത്തെ ഇറങ്ങും കച്ചവടത്തിന്. പിന്നെ 5 മണി 6 മണിയാകുമ്പോൾ എടുത്തുമ്പോൾ മൊബൈൽ മൂപ്പൻ്റെ അടുത്താണ്. എൻ്റെ കയ്യിൽ ഫോണൊന്നുമില്ല. ഒരു 6 മണിക്ക് ശേഷം വിളിച്ചാൽ മതി. ശരി എന്നാ, ഞാൻ പോട്ടെ. ശരി എന്നാ, പോയിട്ട് വാ. എന്തൊരവസ്ഥയാ അത്. ആധാരം പണയം വെച്ച് സ്വന്തം മോളെ പഠിപ്പിക്കാൻ അയച്ചു. ഇതിപ്പോൾ അവസാനം കുടുംബം തെരുവിൽ. കണ്ടപ്പോൾ എന്തോ ഒരു സങ്കടം തോന്നി. പാവം, എന്ത് ചെയ്യാനാ, ഓരോരുത്തരുടെ ഓരോ അവസ്ഥയെ. മോളെന്നെ എവിടെന്നെങ്കിലും ഒന്ന് നോക്കുന്നുണ്ടോ?